നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പിണറായി സർക്കാർ വഴിവിട്ട് കരാറുകൾ നൽകിയെന്ന UDF ആരോപണത്തെ റദ്ദു ചെയ്തിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. ക്രമവിരുദ്ധമായി അവർക്കൊന്നും നൽകിയിട്ടില്ല എന്ന ബഷീറിന്റെ മറുപടി കേട്ട് ചോദ്യം ചോദിച്ച VT ബൽറാമും UDF നിരയും സഭയിൽ അങ്ങ് വല്ലാണ്ടായി. ആ വല്ലായ്മ സംസ്ഥാനത്തു മാത്രം ഒതുങ്ങില്ല, ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിക്കുന്ന AICCയെയും ബാധിക്കും. മോദിക്ക് അദാനി എങ്ങനെയാണോ അങ്ങനെയാണ് പിണറായിക്ക് ഊരാളുങ്കൽ എന്നൊക്കെ പറഞ്ഞ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ ഇപ്പോ ആരായി? സംഗതി ഊരാളുങ്കലിൽ ഒതുങ്ങുന്നില്ല. PM ശ്രീ അറബിക്കടലിൽ എന്ന് പറഞ്ഞ KM ഷാജി അത് നടപ്പാക്കാൻ കുറുക്കുവഴി തേടുന്ന സമിതിയിൽ അംഗമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി സംഘപരിവാർ ആശയങ്ങളുടെ വക്താവായ N ശേഷാദ്രിനാഥനെ നിയോഗിച്ചും ഷാജി ഞെട്ടിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അത് കണ്ട് പൊട്ടിത്തെറിച്ചു. KPCCക്കും ഹൈക്കമാൻഡിനും മുഖ്യമന്ത്രിക്കും നിയാസ് കത്തയച്ചു. പ്രധാനമന്ത്രി ഭവന പദ്ധതിയിലും ഷാജിക്ക് കേന്ദ്ര അനുകൂല നിലപാടാണ് ഉള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് ധനബില്ലിൽ കൊണ്ടുവന്നതിലും ലീഗ് മന്ത്രിമാർക്ക് കുലുക്കമൊന്നുമില്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയേക്കാൾ വലിയ U-ടേൺ സ്പെഷ്യലിസ്റ്റുകളാണ് മുസ്ലിം ലീഗ് മന്ത്രിമാരും. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് ചോദിക്കുന്നു, U-ടേൺ വഴിയിലോ ലീഗും? പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു സംഘി, ടിപ്പിക്കൽ സംഘി എങ്ങനെയായിരിക്കണം, അതിന് എല്ലാ യോഗ്യതയും ഉള്ള വ്യക്തിയാണ് ശേഷാദ്രിനാഥൻ. ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ക്യാബിനറ്റാണ് തീരുമാനമെടുത്തത്. ഇനി ക്യാബിനറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളുണ്ടാവും. അതിഥികളായി ചേരുന്നത് ഹൈദർ ബിൻ മൊയ്തു നെല്ലിശ്ശേരി, KMCC പ്രതിനിധി, പ്രശാന്ത് ആലപ്പുഴയാണ് ഇടതുപക്ഷ നിലപാട് പറയുന്നത്, ബിനോയ് T രാജൻ BJP പ്രതിനിധിയായി എത്തിയിട്ടുണ്ട്, KM അബ്ബാസ് മാധ്യമപ്രവർത്തകനും ഉണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ഹൈദർ ബിൻ മൊയ്തു നെല്ലിശ്ശേരിയിലേക്കാണ്. ഹൈദർ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഊരാളുങ്കലിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? KC വേണുഗോപാൽ പറഞ്ഞത് അദാനിക്ക് മോദി എങ്ങനെയാണോ, മോദിക്ക് അദാനി എങ്ങനെയാണോ അതുപോലെയാണ് പിണറായിക്ക് ഊരാളുങ്കൽ എന്നൊക്കെ അങ്ങ് കടത്തി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് PK ബഷീർ നിയമസഭയെ അറിയിക്കുകയാണ്. പറഞ്ഞതെല്ലാം അങ്ങ് വിഴുങ്ങുകയാണോ? അല്ല, പ്രിയപ്പെട്ട അവതാരക, ഇന്നത്തെ നിയമസഭയിൽ നടന്ന ആ ഒരു പ്രൊസീഡിങ്സിനെ കുറിച്ച് PK ബഷീർ സാഹിബിന്റെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തെ കുറിച്ചാവും താങ്കൾ ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്ന് നിയമസഭയിൽ നടന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കോളിംഗ് അറ്റൻഷൻ അല്ല. KM അഭിജിത്തിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വൈക്കത്തുള്ള MLAയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമല്ല ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് 3 ചോദ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കോളിംഗ് അറ്റൻഷൻ ആയിരുന്നില്ല, ഒരു അടിയന്തര പ്രമേയമായിരുന്നു, ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു. ചോദ്യത്തിലേക്ക് വരാം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പ്രൊജക്ടുകൾ കൊടുത്തത് നിയമവ്യവസ്ഥ പാലിച്ചാണ്. നിയമവ്യവസ്ഥ പാലിച്ചല്ല എന്ന് ഏതെങ്കിലും കാലത്ത് UDF പറഞ്ഞിട്ടുണ്ടോ? വിഷയം എന്താന്ന് വെച്ചാൽ 1997 അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ജിയോ വന്നു. ആ ജിയോയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അന്നത്തെ ജിയോയിൽ ഉണ്ടായിരുന്നത് കോമ്പറ്റീറ്റീവ് ബിഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കൂടി പരിഗണിക്കണമെന്നും, ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ കോമ്പറ്റീറ്റീവ് ബിഡിങ്ങിന്റെ സമയത്ത് മറ്റു കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ ആണ് L1 ആണ് എങ്കിൽ പോലും ഈ പറയുന്ന ലേബർ സൊസൈറ്റികള് ആ ബിഡിലുണ്ട് എങ്കിൽ അവർക്ക് ഈ പറയുന്ന ബിഡിനെ മാച്ച് ചെയ്യാൻ, L1 പ്രൈസിന് മാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കായിരിക്കണം കോൺട്രാക്ട് കൊടുക്കേണ്ടത്, അവർ പരിഗണിക്കേണ്ടത് എന്ന് ജിയോ കേരളത്തിലുണ്ട്. അതിനുശേഷം കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഇതൊന്നുകൂടി റെഗുലറൈസ് ചെയ്തു. വലിയ EPC പ്രൊജക്ടുകൾക്ക് ഈ പറയുന്ന ULCCA പോലെയുള്ള ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പരിഗണിക്കണം, അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് സർക്കാരിന്റെ ജിയോ ഉള്ളിടത്തോളം കാലം നിയമവിരുദ്ധമായി, ഇപ്പോഴും പറയുന്നു നിയമവിരുദ്ധമായി ULCC പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ വലിയൊരു വിഷയമുണ്ട്. ഈ ഒരു നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നുകൊണ്ട്, ഇതിന്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട്
UNCC ഇവിടെ നടത്തുന്നത്? UNCC എങ്ങനെയാണ് കോർപ്പറേറ്റ് കമ്പനികൾ KC വേണുഗോപാലിന്റെ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ പറയുന്നത്? അദാനി എങ്ങനെയാണോ അംബാനി എങ്ങനെയാണോ ഇന്ത്യയെ വിഴുങ്ങിയത്, അതുപോലെ മറ്റു 200ഓളം കോർപ്പറേറ്റീവ് സൊസൈറ്റി, ലേബർ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിലുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ 200ഓളം കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉള്ളപ്പോൾ ഒരു കമ്പനിക്ക് മാത്രം കിട്ടുന്നത്, ഒരു കമ്പനിക്ക് മാത്രം പ്രൊജക്ട് പോകുന്നത്. അവിടെയാണ് ഈ വിഷയം. നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ പല മേഖലയിലും IT സെക്ടറിലേക്ക് പോകുന്നു, മറ്റു മേഖലയിലേക്ക് പോകുന്നു. അവിടെയെല്ലാം ഡ്യൂ ഡെലിജൻസ് നടത്തിയിട്ടുണ്ടോ? അവിടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടുണ്ടോ? ഒരു ബിഡിങ്ങിന് ടെക്നിക്കൽ ബിഡ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബിഡ് ഉണ്ട്. ഈ 2 കാര്യങ്ങളുണ്ടല്ലോ. ഈ 2 കാര്യങ്ങളും അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയം നിയമപരമായി ഇപ്പോഴും പറയുന്നു. ഈ ജിയോ നിലവിലുള്ളിടത്തോളം കാലം ഈ ഊരാളുങ്കലിനെ ആദ്യമായി ഊരാളുങ്കലിനെ ആരാണ് അക്രഡിറ്റഡ് ഏജൻസി ആക്കുന്നത്? അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊരാളുങ്കലിന്റെ ഹിസ്റ്ററി പറയാം. 1925 ഊരാളുങ്കൽ സ്ഥാപിച്ചത്. ടെൻഡർ ഇല്ലാതെ അവർക്ക് കരാറുകൾ കിട്ടുന്ന നിലയിലേക്ക് അവരെ ഉയർത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? അല്ല, ഞാൻ പറയുന്നു 1997 ശ്രീ പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിരിക്കുമ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഊരാളുങ്കൽ എന്നുള്ളതല്ല വിഷയം. ഇവിടെയുള്ള കോർപ്പറേറ്റീവ് സെക്ടർ ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒക്കെ ആവശ്യമാണ്. അതിന് ഇത് ഇന്നല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വരുമ്പോ ഏറ്റവും കൂടുതൽ അതിന് ഫോക്കസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. അതിനുശേഷം നമ്മൾക്കറിയാം ഗുജറാത്തിൽ അമൂൽ നടത്തിയ വിപ്ലവത്തെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ സഹകരണ മേഖല വേണ്ട എന്നൊന്നും ആർക്കും യാതൊരു അഭിപ്രായം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ആ കാര്യക്ഷമതയോടെ പണി ചെയ്യുവാൻ വേറെ ആളുകൾ വരുന്നില്ല എന്ന ഒരു പ്രശ്നം കൂടിയില്ലേ? ഈ ഒരുപാട് പേർ ടെൻഡറിലേക്ക് വരുന്നു എങ്കിൽ അത് മനസ്സിലാക്കാം. അങ്ങനെയില്ല എന്ന് മാത്രമല്ല, UDFന്റെ MLA-മാർ തന്നെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പോലും അവരുടെ മണ്ഡലങ്ങളിലെ പദ്ധതികൾക്കായി ഊരാളുങ്കൽ വേണമെന്ന് പറഞ്ഞ് കത്തയക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഊരാളുങ്കലിനെ ഇങ്ങനെ തള്ളിപ്പറയാൻ പറ്റുന്നത്? ഊരാളുങ്കലിന് വഴിവിട്ട സഹായം കൊടുത്തു. അല്ല, അങ്ങനെ ഒരു കത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഓഫീസിൽ നിന്ന് പോയത് ഞങ്ങൾക്ക് അറിവില്ല. താങ്കളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ അങ്ങനെ അറിവുണ്ട്. UDF MLA-മാർ തന്നെ ആവശ്യപ്പെടാറുണ്ട് ഊരാളുങ്കൽ വേണമെന്ന്. ഊരാളുങ്കലിനോട് ഉമ്മൻചാണ്ടിക്കൊന്നും ഒരൈത്തവും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഒരു നരേറ്റീവായി കൊണ്ടുവരികയായിരുന്നില്ലേ? റിയാസ് വഴി ചില കാര്യങ്ങൾ, അത് പൊതുമരാമത്ത് വകുപ്പിൽ ചില കാര്യങ്ങൾ വഴിവിട്ട് നടക്കുന്നു. അപ്പോൾ റിയാസിനെയും തല്ലാം, പിണറായിയെയും തല്ലാം, ഊരാളുങ്കലിനെയും തല്ലാം. അതായിരുന്നില്ലേ ആയുധം? പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ തന്നെ മാറ്റി പറയുകയാണ്. ഇനി നോക്കാം കരാറുകൾ ആർക്കാണ് കൊടുക്കുന്നത്, നമുക്ക് നോക്കാം. UDF സർക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ആദ്യമേ പറയട്ടെ, ഞങ്ങൾ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ അവർക്ക് പ്രൊജക്ട് കൊടുക്കുന്നതിനെതിരല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇവിടെ വളരണമെന്നും ഇവർ നിർമ്മാണ മേഖലകളിലും മറ്റു മേഖലകളിലും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ നിർണായകമായിട്ട് പങ്കുവഹിക്കണമെന്നും എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോകരുത് എന്നും വിശ്വസിക്കുന്ന ആളുകളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ആദ്യം മനസ്സിലാക്കണം. നേരെ മറിച്ച് ഈ നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ചുകൊണ്ട് 200ഓളം ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഊരാളുങ്കലിലേക്ക് മാത്രം പോകുന്നു എന്നൊരു ആക്ഷേപമാണ് എനിക്കുള്ളത്. ആ ആക്ഷേപം ഇന്നുമുണ്ട്, ഇന്നലെയുമുണ്ട്, നാളെയും ഉണ്ടാകും. നോക്കാം നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആർക്കാണ് ടെൻഡർ കിട്ടുന്നതെന്ന് നോക്കാം. ഹൈദർ, താങ്കളിലേക്ക് ഞാൻ തിരിച്ചെത്താം. പ്രശാന്ത്, നിയമത്തിന്റെ കുരുക്കുവഴി, നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ച് നിയമത്തിന്റെ ലൂപ്പ് ഹോളിൽ കൂടിയാണ് ഊരാളുങ്കലിലേക്ക് ഈ ടെൻഡറുകളെല്ലാം വരുന്നത് എന്നാണ് ഇപ്പോൾ ഹൈദർ പറഞ്ഞിരിക്കുന്നത്. അതായത് നോക്കുമ്പോൾ നിയമപരമാണ്, എന്നാൽ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ വഴിയാണ് ഇത്തരത്തിൽ അനധികൃതമായ കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിയമനിർമ്മാണ സഭയിൽ ഒരു മന്ത്രിക്ക് പറയുമ്പോൾ നിയമലംഘനം ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ് എന്നാണ് ഹൈദറിന്റെ വാദം. അതൊരു കേൾക്കാമല്ലോ അല്ലേ? അതൊരു വിദണ്ഡവാദം എന്നുള്ളതിനപ്പുറത്തോട്ട് എന്തെങ്കിലും മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ അദ്ദേഹം തന്നെ വളരെ സമർത്ഥമായ ഒരു ജമ്പ് കട്ടാണ് ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിരുന്ന കാലത്ത് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൊതുവായി പണിയേൽപ്പിക്കണം എന്ന് മാത്രമേ
പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതിന് പകരം അദ്ദേഹം ഇനി എതിർക്കേണ്ടത് ജിയോ 339 2015 ഓഗസ്റ്റ് 7 പണി കിട്ടുന്നില്ല. സൊസൈറ്റികൾക്ക് ആ വർക്ക് കിട്ടുന്നില്ല. എല്ലാ വർക്കുകളും ഊരാളുകളിലേക്ക് പോകുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അതാണ് UDF ഉയർത്തിക്കൊണ്ടിരുന്ന ആക്ഷേപവും. ഞാൻ ചോദിക്കട്ടെ, ഈ ഊരാളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ആരാണ്? ഭഗീരഥ, L&T, അല്ലെങ്കിൽ നമ്മുടെ ബോണ്ട് കൊടുത്ത കമ്പനി മേഘ തുടങ്ങിയ കമ്പനികളൊക്കെയാണ് ഊരാളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിനുള്ള കപ്പാസിറ്റി അവർ ആർജിച്ചു വരട്ടെ, നമ്മൾ ആരെയും എതിർക്കുന്നില്ല. അവരതിനെ ആർജിച്ചു വന്നാൽ എല്ലാ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിന് നിങ്ങൾക്ക് യൂറാളുകളുടെ അമ്യൂണിറ്റീസിനെ കുറിച്ച് ഒരു ധാരണ പോലും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അല്ലെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വെറുതെ പറയാനൊരു വാദം എന്നതിനപ്പുറത്തോട്ട് അത് നിങ്ങൾക്ക് എക്യുപ്മെന്റ്സ് വേണ്ടേ? ഇപ്പൊ ഹൈവേയിലെ ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ബിൽട്ടപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 10 വർഷം നടത്തിക്കൊണ്ടിരുന്ന ഒരു തരം സ്മിയർ ക്യാമ്പയിൻ പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല, നമുക്ക് അമൂലിനേക്കാൾ മുമ്പുണ്ടായിരുന്ന എന്ന് വെച്ചാൽ ശ്രീ വാഗ്ബടാനന്ദൻ 1925 തുടങ്ങിയ മഹത്തായ ഒരു പ്രസ്ഥാനത്തെ നമ്മൾക്ക് ലോകത്തിന്റെ മുമ്പിൽ അമൂല് പോലെ തന്നെ പ്രദർശിപ്പിക്കാൻ കഴിയുമായിരുന്നു. അമൂലിനെ എങ്ങനെ ഗുജറാത്തോ അല്ലെങ്കിൽ കക്ഷി ഭേദമെന്നെ ഗുജറാത്ത് താങ്ങി നിർത്തിയോ അങ്ങനെയൊന്നും ചെയ്യാതെ അതിനെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താറടിക്കാൻ വേണ്ടി ചവിട്ടി തീർച്ചു. എന്നിട്ട് രഹസ്യമായി വന്ന് പല MLA, നേരിട്ട് എനിക്കറിയാവുന്ന പല MLA-മാരും പണിയെടുക്കാൻ വേണ്ടി വിവരാളുകളിൽ വേണം. കാരണം അവർക്കറിയാം അവരുടെ നാട്ടിലെ പ്രൊജക്ടുകൾ. താങ്കൾക്ക് അറിയാവുന്ന MLA-മാരെ പറയൂ പ്രശാന്ത്. ഊരാളുകൾ തന്നെ പണിയെടുക്കണം തങ്ങളുടെ മണ്ഡലത്തിൽ. CR മഹേഷ് അടക്കമുള്ള ആളുകൾ അതിനാവശ്യപ്പെട്ടതായിട്ട് എനിക്കറിയാം. പിന്നെ അവരുടെ നാട്ടിലെ പ്രൊജക്ടുകൾക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ എനിക്ക് എന്റെ ഊഹം അല്ലെങ്കിൽ ഒരു ഏകദേശം അറിവ് ശരിയാണെങ്കിൽ വിഷ്ണുനാഥന്റെ മണ്ഡലത്തിലെ പ്രൊജക്ടുകൾക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ എന്റെ മണ്ഡലമായ പിന്നെ അമ്പലപ്പുഴയില് ശ്രീ G. സുധാകരൻ കടുംപിടുത്തമായിരുന്നു. പിന്നെ തകഴി തിരുവല്ല റോഡ്, അദ്ദേഹം അന്ന് CPM-ലായിരുന്നു എന്ന് വേണേൽ ന്യായം പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ നിങ്ങൾ ആ റോഡ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്റ്റേറ്റ് ഹൈവേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. തിരുവല്ല തകഴി റോഡ് ചെയ്തിരിക്കുന്നതിന്റെ ഭംഗി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും അത് പൊളിഞ്ഞു വീഴാതിരിക്കുക എന്നുള്ളതാണല്ലോ ഏത് ജനപ്രതിനിധിയാണെങ്കിലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു ഏജൻസിയെ പരീക്ഷിക്കാനുള്ള ധൈര്യം അവർക്ക് ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഈ നേരത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോണ്ട് കൊടുത്ത ശേഷം പണി കിട്ടിയ അനവധി കമ്പനി, അവരോടെ കുറിച്ചൊന്നും ആർക്കും പരാതി കഴിഞ്ഞ 10 വർഷം ഇല്ലായിരുന്നു. അവരെ കുറിച്ച് ഇല്ലാത്ത പരാതിയാണ് ഒരു പരാതിക്കും ഇട നൽകാത്ത വിധത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറെയൊക്കെ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ കഴിയും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അണികളെ കുറിച്ചൊക്കെ പറയുന്നത്, ഏതായാലും ഊരാളുങ്കലിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഇന്ന് PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കൂടുതൽ അതിൽ ആ വിഷയത്തിൽ ചർച്ചയിലേക്ക്, ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് നിൽക്കണമെന്ന് പോലും തോന്നുന്നില്ല. ആ വിധത്തിൽ തന്നെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് എനിക്കതിനെ തോന്നിയത്. ബിനോയ് ടി രാജൻ, എന്താണ് BJP-യുടെ നിലപാട്? BJP-ക്ക് അയിത്തമുണ്ടോ ഊരാളുങ്കലിനോട്? ഒന്ന് മ്യൂട്ട് മാറ്റാവോ? അൺമ്യൂട്ട് ചെയ്യാമോ ബിനോയ്? പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, നോക്കൂ, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിന്റെ ഒരു പരിതാപകരമായ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ രണ്ട് മുന്നണികളും ഒരു മോദി വിരുദ്ധതയുടെ ഒരു ചാമ്പ്യന്മാരാകാനുള്ള ഓട്ടപ്പാച്ചിലാണ്. ആ ഓട്ടപ്പാച്ചിൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവര് പറഞ്ഞതിനെല്ലാം ഇവർക്ക് ഘടകവിരുദ്ധമായിട്ട് വീണ്ടും തിരിച്ച് ഒരു U-ടേൺ അടിച്ച് കേരള സമൂഹത്തിന് മുമ്പിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയും വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ മൊത്തം കാണുന്നത്. നോക്കൂ, ഇപ്പം ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾ കാവ്യവൽക്കരണം അനുവദിക്കത്തില്ല, മോദിയുടെ അജണ്ടകൾ, ഹിഡൻ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കത്തില്ല, PM ശ്രീയെ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം അവർ പോയി PM ശ്രീ ഒപ്പിടുകയും SSK ഫണ്ട് വാങ്ങിക്കുകയും ചെയ്തു.
അതിന്റെ ന്യായത്തിൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ PM ശ്രീയെ ഒപ്പിട്ടു എന്ന ഒറ്റ ഒരു പ്രചരണത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF-നെ നേരിട്ടത്. ശരിക്കും എന്താണ് അവർ ചെയ്തത്? അങ്ങനെ ഒരു പ്രചരണം നടത്തി കേരളത്തിലെ ജനങ്ങളുടെ മോദി വിരുദ്ധത പ്രകടിപ്പിച്ച് കേരളത്തിലെ സോക്കോൾഡ് മോഡി വിരുദ്ധരുടെ വോട്ട് തങ്ങളുടെ പോക്കറ്റിലാക്കിയിട്ട് ഇവർ വന്നിട്ട് ആ പദ്ധതിക്ക് വീണ്ടും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ലീഗ് U-ടേൺ അടിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഇവിടുത്തെ ഈ മന്ത്രിസഭ VD സതീശന്റെ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്നറിയാം? U-ടേണിന്റെ ചാമ്പ്യന്മാര് ഞാനാണോ നീയാണോ എന്നുള്ള മത്സരമാണ് ലീഗും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. കാരണം ഇന്ന് പറയുന്ന അറബിക്കടലിൽ കളയെന്ന് പറയുന്നത് ഞാനതൊരു രാഷ്ട്രീയ നാടകമായിട്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ കരുതേണ്ടതെന്ന് പറയുന്നത്. ഊരാളുങ്കലിനെ കുറിച്ച് പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഇത് പറയുന്നു. കിഫ്ബിയെ കുറിച്ച് VD സതീശൻ എന്താണ് പ്രതിപക്ഷത്തിരുന്നപ്പം പറഞ്ഞത്, അതിന് എഗനസ്റ്റ് ആയിട്ട് അദ്ദേഹം വന്നിട്ട് പറയുന്നു. PM ശ്രീയെ കുറിച്ച് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഈ കേരളത്തിന്റെ ഒരു ഗതികേട് എന്താണെന്ന് അറിയാമോ? 2014 മോദി വരുന്നതിന് മുമ്പ് വരെ UPA ഭരിക്കുമ്പോഴും കോൺഗ്രസിന്റെ സെൻട്രൽ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇതുപോലെ പല സമരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കോൺഗ്രസിന് ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിന് നാഷണൽ ലെവലിലും സംസ്ഥാന തലത്തിലും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാ സമയത്തും കുറെയെങ്കിലും മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ വശത്തുണ്ടായിരുന്നു. പക്ഷെ അവർ തന്നെ കോൺഗ്രസിന്റെ ഭാഗം ചേർന്നുകൊണ്ട് തന്നെ പദ്ധതിയുടെ പ്രയോജനങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും CPM-ന്റെ ഇതുപോലുള്ള തല്ലിപ്പൊളി സമരങ്ങളെയും അവരുടെ ഉരുണ്ട് കളിച്ചിട്ടുള്ള പല സമരങ്ങളെയും പൊളിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ 2014 ശേഷം കേരള സമൂഹം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ മോദിയും മറു സൈഡിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാധ്യമങ്ങളും മോദി വിരുദ്ധ മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഏത് പദ്ധതി വന്നു കഴിഞ്ഞാലും അതിനെ നഖശികാന്തം എതിർക്കുകയും ആരെതിർത്ത് കഴിഞ്ഞാലും അവർക്ക് മോദി വിരുദ്ധയുടെ ചാമ്പ്യൻ പട്ട അണിയിച്ചു കൊടുക്കാൻ ഈ മാധ്യമങ്ങൾ മത്സരിക്കുകയും ചെയ്യുന്നിടത്ത് നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങളാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ PM ശ്രീയും ഈ PMAYയും ഈ കിഫ്ബി ഇപ്പം ഈ മറിച്ചിൽ പറയുന്നത് ഈ VD സതീശനൊക്കെ ഈ രണ്ട് വിഷയത്തിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ CPM-ന്റെ പ്രചരണങ്ങളെയും സമരങ്ങളെയും നമ്പിയിട്ട് എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? കുറഞ്ഞ പക്ഷം കേരളത്തിലെ മാധ്യമങ്ങളെങ്കിലും ഈ ഇവരുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചു. കാരണം ഈ ഓരോ 5 വർഷം ഇവര് പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ നടത്തിയ സമരങ്ങളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് പ്രീഡിഗ്രി ബോർഡാണെങ്കിലും അല്ലെങ്കിൽ ട്രാക്ടർക്കെതിരെ ആണെങ്കിലും ബാക്കിയുള്ള സമരങ്ങളായാലും ഗെയിൽ പൈപ്പ് ലൈൻ ആണെങ്കിലും ഭരണത്തിലെത്തുമ്പോൾ മാത്രമല്ല U-ടേൺ, പ്രതിപക്ഷത്തിലേക്ക് എത്തുമ്പോഴുമുണ്ട് U-ടേൺ. കാരണം ഭരണപക്ഷത്തിരിക്കുമ്പോൾ എടുക്കുന്ന നിലപാടല്ല പ്രതിപക്ഷത്തിരിക്കുന്നത് സ്വീകരിക്കുന്നത്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുക്കുന്ന നിലപാടല്ല ഭരണപക്ഷത്ത് ഇരിക്കുമ്പോൾ സ്വീകരിക്കുന്നത്. UDF-ഉം LDF-ഉം U-ടേൺ എടുക്കുന്നതിൽ മത്സരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ബിനോയ്, ഞാൻ അബ്ബാസിലേക്ക് കൂടി പോവുകയാണ്. KM അബ്ബാസ്, ഇന്നിപ്പോൾ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം KM ഷാജി പറഞ്ഞോളൂ, അവസാനിപ്പിക്കേണ്ട എന്നിവരെ നിർത്തുന്നോ? നോക്കൂ, നിങ്ങൾക്ക് എന്ന് ഈ U-ടേണിനെ ഇവിടുത്തെ മാധ്യമങ്ങൾ നിഷ്പക്ഷമായിട്ട് പൊളിച്ചെടുക്കുന്നു, അന്ന് മാത്രമേ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായിട്ടും കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുകയുള്ളൂ. നിങ്ങൾ മാധ്യമങ്ങളെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എത്തിക്കണം. കാരണം PM ശ്രീ ആണെങ്കിലും PMAY ആണെങ്കിലും ബാക്കി ഏത് കേന്ദ്ര പദ്ധതി ആണെങ്കിലും അതിനകത്ത് എന്ത് കാര്യത്തെയാണ് ഇവർ എതിർക്കുന്നത്? ഇതിനകത്ത് കാവ്യവൽക്കരണം എവിടെയാണ്? മോഡിയുടെ ഫോട്ടോയാണ് വെക്കാൻ പറഞ്ഞത് അതോ പദ്ധതിയുടെ ലോഗോയാണ് വെക്കാൻ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയണം. ഇവിടെ EMS ഭവന പദ്ധതി ആണെങ്കിലും ഇന്ദിരാ ആവാസ് യോജന ആണെങ്കിലും വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. എത്താം ബിനോയ് ടി രാജൻ. ഞാൻ അബ്ബാസിലേക്ക് പോവുകയാണ്. ശ്രീ KM അബ്ബാസ്, ഞാൻ അടുത്ത പാനലിസ്റ്റിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. ശ്രീ KM അബ്ബാസ്, ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഇടതുപക്ഷത്ത് നിന്നൊന്നുമല്ല വിമർശനം വന്നിരിക്കുന്നത്, അത് നിയാസിൽ നിന്നാണ്. KPCC ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഒരു വിമർശനം വരികയാണ്. അദ്ദേഹം കത്തയച്ചിരിക്കുകയാണ് KPCCക്ക്, AICCക്ക്, കേരള മുഖ്യമന്ത്രിക്ക്. ഇദ്ദേഹം ഒരു സംഘപരിവാർ അജണ്ടക്കാരനാണ്. സംഘപരിവാറിന്റെ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്ന ആളാണ് ശേഷാദ്രിനാഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളോ എതിരാളികളോ ഒന്നുമല്ല.
സ്വന്തം ക്യാമ്പിനകത്ത് നിന്നാണ് വെടിപൊട്ടിയിരിക്കുന്നത്. അദ്ദേഹം KC വേണുഗോപാലിന്റെ ഉറച്ച പക്ഷക്കാരനാണ് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കണം. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? KM ഷാജിയെ പോലെ ഒരു നേതാവൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, മന്ത്രിയാകുമ്പോൾ മറ്റൊരു നിലപാട് എന്നാണോ? അവർക്ക് രാഷ്ട്രീയ സത്യസന്ധത ഇല്ലേ? ഇന്നലെ പറഞ്ഞത് അദ്ദേഹം ശേഷാദ്രിനാഥൻ ഒരു വിശ്വാസിയാണ്, പക്ഷേ സംഘപരിവാർ ആണ് എന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ അല്ല, ഒരു ഉറച്ച ഹിന്ദു വിശ്വാസിയാണ് എന്നുള്ളതാണ്. പക്ഷേ വിമർശനം വരുന്നത് സ്വന്തം പാളയത്തിൽ നിന്നാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശ്രീ അബ്ബാസ്? ആദ്യം നമ്മുടെ BJP പ്രതിനിധി ഇവിടെ പറഞ്ഞ അവകാശവാദങ്ങളെ അല്ലെങ്കിൽ ആക്ഷേപങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുമ്പോ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഒരു കോൺഗ്രസിന്റെയോ ഐക്യമുന്നണിയുടെ ഇടതുമുന്നണിയുടെ മാത്രം കാര്യമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്, BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഒന്നാമത് പറയാം, നമുക്ക് ഇപ്പൊ ഈ ഇന്ധനവില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യയിൽ, വ്യാപകമായി കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. ലോക വിപണിയിൽ ഇന്ധനവില കുറയുമ്പോൾ ഒക്കെ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് പിടിച്ചു നിർത്തുമെന്നൊക്കെ ആയിരുന്നു പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷെ അധികാരത്തിലെത്തിയപ്പോ യാതൊരു പിടിച്ചു നിർത്തലും ഉണ്ടായില്ല, യാതൊരു നടപടിയും ഉണ്ടായില്ല. മറ്റൊന്ന്, നമ്മുടെ രൂപയുടെ മൂല്യത്തെക്കുറിച്ച്, മൂല്യം ഇടിയുന്നതിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് നമുക്ക് ഓൺലൈനുകളിലൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്, കാണാൻ പറ്റുന്നതാണ്. ഭരണത്തിൽ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതൊരു നീണ്ട നിര തന്നെയുണ്ട് ശ്രീ അബ്ബാസ്. നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശേഷാദ്രിനാഥിന്റെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വ്യാപകമായി കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു സംഘപരിവാർ അനുയായിയാണ്, അല്ലെങ്കിൽ സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച്, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വഴിവിട്ട് ഒന്നും നൽകിയിട്ടില്ല, ഇടത് ഗവൺമെന്റ് ഒന്നും നൽകിയിട്ടില്ല എന്നാണ് നമ്മുടെ മന്ത്രി PK ബഷീർ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമായി പറഞ്ഞതാണത്. അത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസും ലീഗൊക്കെ ആക്ഷേപിച്ചിരുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിമാനകരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഹകരണ സംഘമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഈ ദേശീയപാതയുടെ ദേശീയപാതയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ റീച്ചിലെ പ്രവൃത്തികള് ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു. അഭിമാനകരമായ വളരെ ഒരു വലിയ നേട്ടം തന്നെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടായത്. ആദ്യമായി കേരളത്തിൽ ഒരു റീച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചാണ്. അത് ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു കരാർ. അതിനെ നമ്മുടെ കേന്ദ്രമന്ത്രി ഗഡ്കരി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ. തൊട്ടടുത്ത് മേഘ കൺസ്ട്രക്ഷനാണ് ചെങ്കള മുതൽ നീലേശ്വരം വരെ നടത്തുന്നത്. അവരെ സംബന്ധിച്ച് പരാതികളില്ലാത്ത ദിവസങ്ങളില്ല. ഇന്നും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണത്. അപ്പൊ നേരത്തെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ BJP നേതാക്കളുടെ കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിലെ സഹകരണ സംഘങ്ങളെയൊക്കെ തകർക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ തകർക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഒരു ചൂട് പിടിച്ചാണ് വാസ്തവത്തില് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളും
ലീഗ് നേതാക്കളൊക്കെ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തിയത്. പക്ഷെ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും അവർ കണക്കിലെടുത്തില്ല. ഒരു പദ്ധതി സംബന്ധിച്ച് കരാറ് നൽകുമ്പോൾ തീർച്ചയായും പിന്നെ അതിന്റെ ബിഡ് നോക്കുമ്പോ, അതിന്റെ ലേലം നോക്കുമ്പോ പിന്നെ ഈ ബിഡ് നൽകുന്ന ആൾ അവരുടെ ശേഷി, അവരുടെ പൂർവ്വകാല ചരിത്രം ഇതൊക്കെ കണക്കിലെടുക്കും, വെറും തുക മാത്രമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കൊക്കെ ധാരാളം ഈ കരാറുകൾ ലഭിക്കുന്നത്. അതിലൊന്നും വഴിവിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മന്ത്രി ബഷീർ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാ വാദങ്ങളും, എല്ലാ ആക്ഷേപങ്ങളും റദ്ദു ചെയ്യപ്പെട്ടു. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. വീണ്ടും ഇവിടെ ലീഗ് പ്രതിനിധി പറഞ്ഞത് ഊരാളുങ്കൽ സൊസൈറ്റിന്റെ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ്. അതിലൊക്കെ ആക്ഷേപങ്ങൾ ഏതായാലും റദ്ദു ചെയ്യപ്പെട്ടു. അത് ഇടതുമുന്നണി ഭരണം അവർ നല്ല രീതിയിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിയോടും തിരിച്ചും നടത്തിയിട്ടുള്ളത്. അത് വഴിവിട്ടൊന്നും ഉണ്ടായിരുന്ന നിയമപരമല്ലാത്തതൊന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PMCയുടെ പദ്ധതിയുടെ കാര്യത്തിൽ അതിലും നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഇടതുമുന്നണി തീർച്ചയായും കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കരാർ ഒപ്പിട്ടതിൽ പക്ഷേ അവർ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് അതുമായി മുന്നോട്ട് പോയിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇടതുമുന്നണി കോൾഡ് സ്റ്റോറേജിൽ വെച്ച ഒരു പദ്ധതിയെ വീണ്ടും 2000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മുടെ സംസ്കാരത്തെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന, കേരളീയ സംസ്കാരത്തെ വലിയ തോതിൽ ബാധിക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണം ഒക്കെ കേരളത്തിൽ കൊണ്ടുവരുന്നത് തീർച്ചയായും അഭികാമ്യമല്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയൊരു യൂട്ടേൺ അതിനകത്തും കൃത്യമായ ഒരു യൂട്ടേൺ എന്ന് മാത്രമല്ല, അറബിക്കടലിൽ എറിയുമെന്നൊക്കെ പറഞ്ഞ KM ഷാജിക്ക് ഇപ്പോൾ ഒരു അഴകൊഴുകൻ നിലപാടാണ് PM ശ്രീയിൽ എന്നുള്ളത് കാണാം. മാത്രമല്ല ഈ അത്രയും രോഷാകുലമായിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ പറയുന്നത്, അത് പ്രതിപക്ഷത്തിരിക്കും ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഭരണപ്രതിപക്ഷത്തും അങ്ങനെയൊന്നും അല്ല എന്നാണ് KM ഷാജി, ബഹുമാനായ മന്ത്രി KM ഷാജി പറയുന്നത്. പക്ഷേ അദ്ദേഹം മറ്റൊരു വളരെ 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 വിചിത്രമായ ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. അതും ഒരു യൂട്ടേൺ ആണ്, അതുകൂടി പറയണം. നമ്മുടെ PMAY അതിന്റെ എംബ്ലം നമ്മുടെ ഈ പിന്നെ ഗുണഭോക്താക്കളുടെ വീടുകൾക്ക് മുമ്പിൽ അതിലേക്ക് ഞാൻ എത്താം അബ്ബാസ്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, ആ എംബ്ലത്തിലേക്ക് എത്താം. KM അബ്ബാസ്, തിരികെ എത്താം മിഡിൽ ഈസ്റ്റ് ഡിബേറ്റിലേക്ക്. ഒരു ചെറിയ ഇടവേള. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ ഹൈദർ ബിൻ മൊയ്തു, നമ്മൾ ശേഷാദ്രിനാഥന്റെ കാര്യം ഇവിടെ സംസാരിച്ചിരുന്നു. ഈ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉയർത്തിയിരിക്കുന്നത്, വെടിപൊട്ടിച്ചിരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തുമ്പോൾ അതെല്ലാവർക്കും സ്വീകാര്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് വെറുതെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണ് ഈ KPCC ജനറൽ സെക്രട്ടറി എന്ന് ഞാൻ കാണുന്നില്ല. അദ്ദേഹം ശക്തനായ KC വേണുഗോപാൽ പക്ഷക്കാരനാണ്. അപ്പോൾ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ശേഷാദ്രിനാഥൻ ഒരു സംഘപരിവാർ അജണ്ടക്കാരനാണ് എന്നാണ് ആക്ഷേപം. അല്ല, അതിനു മുന്നേ എല്ലാവർക്കും മറുപടി പറയേണ്ടതുണ്ടല്ലോ. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തനായിരിക്കുന്ന KM അബ്ബാസ് അടക്കമുള്ള ആളുകൾ നടത്തിയ കാര്യങ്ങൾക്ക് മറുപടി പറയാം. കാരണം അദ്ദേഹം മാധ്യമപ്രവർത്തനാണെങ്കിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന LDFന്റെ പരിപാടികളോട് താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ പലതും UDFനെതിരെ പറഞ്ഞിട്ട് അതിന് കൂടി മറുപടി പറയേണ്ടതുണ്ട്. ഇനി ശേഷാദ്രിനാഥനിലേക്ക് വരാം. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കി, കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് അതിന് ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിയാസിന്റെ ഇതൊരു ക്യാബിനറ്റ് ഡിസിഷൻ ആയിരുന്നു. KM ഷാജി പറഞ്ഞതുപോലെ തന്നെ ഇത് മുസ്ലിം ലീഗിന്റെ ഡിസിഷൻ അല്ല, ക്യാബിനറ്റ് ഡിസിഷൻ ആയിരുന്നു. രണ്ടാമത് ശേഷാദ്രിനാഥൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എന്റെ ഒരു അറിവ് വെച്ച് അദ്ദേഹം പഴയൊരു SFI-കാരനാണ്. അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു. അദ്ദേഹമായി തോന്നുന്നു പെരിയ കൂട്ടക്കൊല കേസിൽ വിധി പറഞ്ഞ ഒരു ന്യായാധിപന്മാർ ഒരാൾ അദ്ദേഹമായിട്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇനി ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു പാകപ്പിഴ വന്നിട്ടുണ്ട് എങ്കിൽ
ഈ ക്യാബിനറ്റിന്റെ ഡിസിഷൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട് എങ്കിൽ ആ തീരുമാനം പിൻവലിക്കും. ആ വിഷയത്തിൽ അത്രയേ ഉള്ളൂ. പിന്നെ മറ്റു പല കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മുസ്ലിം ലീഗോ PK ബഷീറോ എന്താണ് പറഞ്ഞത്? ആദ്യം നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു വിഷയത്തിൽ നാദാപുരത്തെ ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വന്ന ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ഇപ്പോഴും പറയുന്നത് കോളിംഗ് അറ്റൻഷൻ ആയിരുന്നില്ല. ആ ചോദ്യത്തിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു. നിയമപ്രകാരമായിരുന്നു ഞാൻ പറഞ്ഞു. കേരളത്തിലെ ജിയോകളുടെ ചരിത്രം പറഞ്ഞു. ആ ജിയോകളുടെ ചരിത്രം വെച്ച് നിയമപ്രകാരമായി ഇവിടെ അദാനി NDTV പിടിച്ചടക്കിയപ്പോൾ അത് നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നിട്ടായിരുന്നു. അതിന് ഒരു കോടതിക്കും അതിന് ചാലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദാനിക്ക് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും ബിഡ് ചെയ്ത് വിൻ ചെയ്യുന്നത് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരുന്നു. ഈ നിയമത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്കുള്ള പല വിഷയങ്ങളും അവിടെ ഒരു ഫെയർ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ വയനാട് പുനരധിവാസ പദ്ധതി അതൊരു ഓപ്പൺ ബിഡ് ആയിരുന്നോ? അല്ല. എത്ര കോടിക്കായിരുന്നു ആ ഒരു പ്രൊജക്ട് കൊടുത്തത്? നമുക്കെല്ലാം പറയാം. മാർക്കറ്റ് റേറ്റിന്റെ അപ്പുറത്തേക്ക് വലിയ എസ്റ്റിമേറ്റ് തുകയുടെ അപ്പുറത്തേക്ക് വലിയൊരു പ്രൊജക്ടുകൾ കൊടുക്കുമ്പോ സ്വാഭാവികമായും അവിടെ വരുന്നത് വലിയ കാശിന് പ്രൊജക്ട് പോകുമ്പോ ക്വാളിറ്റി ഉണ്ടാവും. അതൊരു നാട്ടു നടപ്പാണ് അല്ലേ? ഒരു മാർക്കറ്റിൽ 10 രൂപക്ക് കിട്ടുന്ന ഒരു സാധനം 12 രൂപക്ക് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ 15 രൂപക്ക് മേടിക്കുമ്പോൾ ആ കിട്ടുന്ന സാധനത്തിന് 10 രൂപയേക്കാളും ഒരു ക്വാളിറ്റി അവർ ചെയ്യും. ഈ പറയുന്നത് കൃത്യമായി അഴിമതി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിനെവിടെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. അതിനിവിടെ അന്വേഷണ സംവിധാനങ്ങളുണ്ട്. എല്ലാം ചെയ്യാം. ഇപ്പോൾ UDF സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ഊരാളുകളുടെ നേരെ അന്വേഷണം പ്രഖ്യാപിക്കാം. ഇപ്പോൾ ചെയ്ത പദ്ധതികളിൽ ഉള്ള സുതാര്യതയില്ലായ്മയെ കുറിച്ച് അന്വേഷിക്കാം. അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. 200ഓളം കോപ്പറേറ്റീവ് ലേബർ സൊസൈറ്റികൾ ഉള്ളപ്പോൾ ഒരു ഊരാളുങ്കൽ മാത്രം ബിഡിൽ പങ്കെടുക്കുന്നു. അത് വലിയൊരു ചോദ്യമല്ലേ? ഇനി കോർപ്പറേറ്റുകൾ കോട്ട് ചെയ്യുന്ന കോട്ടിലേക്ക് ഇവിടെ 10%. ഞാൻ അത് ഊരാളുങ്കലിൽ മാത്രം നമ്മൾ ചുറ്റിത്തിരിയേണ്ടതില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കൂടുതലായി അല്ല നമ്മുടെ ചർച്ച തന്നെ ഇന്ന് ഊരാളുങ്കൽ PK ബഷീറിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ താങ്കളുടെ ഇൻട്രോയിൽ വരെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഊരാളുങ്കലേക്ക് വന്നത്. ഇനി വേറെ എന്തെങ്കിലും ചോദ്യം പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ യൂട്ടേണുകളുടെ പരമ്പര തന്നെ പറഞ്ഞിട്ടുണ്ട്. മധ്യത്തിലേക്ക് വരാം. ഹൈദർ, ശരിയായും ഇതിനകത്തൊരു അഴിമതി ഉണ്ട് എങ്കിൽ, ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് അഴിമതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ കൈവശമുണ്ട്. കോടതി നമുക്ക് മുന്നിലുണ്ട്. കോടതിയെ സമീപിക്കാം. അതിനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ. നമ്മളപ്പോ ഒരു സൊസൈറ്റിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും ഭേദം ആ കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് അങ്ങനെ UDF സർക്കാരിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ വീണ്ടും അതിനെക്കുറിച്ച് ഇനി നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. PK ബഷീർ ഇന്ന് നിയമസഭയിൽ അന്വേഷിക്കണം, കൃത്യമായി അന്വേഷിക്കണം. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അങ്ങനെ ക്രമവിരുദ്ധമായി ടെൻഡർ അനുവദിച്ചിട്ടുണ്ടോ? ഊരാളുങ്കലിലേക്ക് സംസ്ഥാന ഖജനാവിൽ നിന്നും പണം അങ്ങനെ അനധികൃതമായി ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാധ്യമങ്ങളടക്കം അതിന് പിന്തുണ പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഊരാളുങ്കലിൽ കുടുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്തുവാനുള്ള എല്ലാവിധ കോപ്പും കയ്യിലുണ്ട് ഇപ്പോൾ UDFന്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഊരാളുങ്കലിൽ തന്നെ ചുറ്റിത്തിരിയേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഹൈദർ, പറയാം മദ്യനയത്തിന്റെ കാര്യത്തിലേക്ക്. അല്ല, മദ്യനയത്തില് LDF ഈ യൂട്ടേണിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. KPC ലളിതയും ഇന്നസെന്റും അവതരിപ്പിച്ച ഒരു പരസ്യമുണ്ടായിരുന്നു. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നുള്ളത്. UDF അധികാരത്തിൽ നിന്ന് പോകുമ്പോ കേരളത്തിൽ എത്ര ബാറുകളായിരുന്നു എന്നും ഈ LDF അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന 10 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ബാറുകളുടെ എണ്ണം എത്രയായിരുന്നു എന്നും നിങ്ങൾക്ക് തന്നെ അറിയാലോ. സത്യം പറയട്ടെ, അതൊരു കോൺഗ്രസ് ക്യാപ്സ്യൂൾ ആണ്. ശരിയാണ്, ഉമ്മൻചാണ്ടി വളരെ വൈകാരികമായി തന്നെ എടുത്ത ഒരു തീരുമാനമാണ് അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്കറിയാം. അത് ബാർക്കോഴ അഴിമതി, അതൊന്നും നമ്മൾ വീണ്ടും ആ ചുരുൾ അഴിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇടതുപക്ഷത്തിനോടല്ല ഹൈദർ നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇതിനകത്ത് പൊതുസമൂഹത്തോടാണ് മറുപടി പറയേണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയെ
ഞാൻ അതിലേക്ക് വരാം. വീര്യം കുറഞ്ഞ അതിലേക്ക് മദ്യത്തിന്റെ വരാം. വിൽപ്പനയെ ലീഗ് അടക്കം അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ അനുകൂലിക്കുന്നുണ്ടോ? അതിലേക്ക് വരാം. ഇവിടെ ബ്രൂവറികൾക്ക് അനുമതി കൊടുത്തത്, ഇവിടെ ഐ ടി പാർക്കുകളിൽ ഈ പറയുന്ന ബാറുകൾക്ക് അനുമതി കൊടുത്തത്, ഇതൊക്കെ അനുമതി കൊടുത്തത് ആരായിരുന്നു? LDF ആയിരുന്നു. LDF ഇത്രത്തോളം ബാറുകൾ ഇവിടെ അനുവദിച്ചു. UDF വേറെ നയപ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു, അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം മറ്റന്നാൾ നിയമസഭയിൽ ധനബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ധനബില്ലിൽ ഈ നികുതി ഇളവുണ്ട്. ഈ നികുതി ഇളവ് ഒഴിവാക്കണം എന്നാണ് VM സുധീരനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നികുതി ഇളവ് കൊണ്ടുവന്നതിനെ അപലപിച്ചുകൊണ്ടാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സുപ്രഭാതത്തിലും ചന്ദ്രികയിലും ലേഖനം എഴുതിയത്. ഇപ്പോൾ ലീഗ് എന്താണ് ഇങ്ങനെ ഉൾട്ടയടിക്കുന്നത്? ലീഗ് ഉൾട്ടയടിച്ചിട്ടില്ല. ആദ്യം ഇതിന്റെ നാൾവഴികളെ കുറിച്ച് പറയണ്ടേ? ഇതിനെ വിമർശിക്കുന്നത് ആരാണ്? ഇടതുപക്ഷമാണ്. ഇതിന് നാൾവഴികൾ വേണ്ട. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നയമാണ്. എനിക്കൊരു സംശയവുമില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണി കേരളത്തിൽ അനുവദിച്ചത് ഇടത് സർക്കാരാണ്. അതിനി നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്ന് അഴിമതി ആരോപണം അടക്കം ഉയർത്തിയവരാണ് VD സതീശൻ അടക്കമുള്ളവർ. UDF നേതാക്കളെല്ലാം അഴിമതി ആരോപണം ഉയർത്തിയവരാണ്. മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയേണ്ടത് UDFന്റെ മദ്യനയത്തിനനുസരിച്ചല്ലേ നികുതി കൊണ്ടുവരേണ്ടത്? LDFന്റെ മദ്യനയത്തിനനുസരിച്ച് എന്തിനാണ് നികുതി ഇളവ് കൊണ്ടുവരുന്നത്? VM സുധീരനെ പോലുള്ളവർ അത് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ധനബില്ലിൽ നികുതി ഇളവ് കൊണ്ടുവരുന്നത്? എന്തിനാണ് ധനബില്ലിൽ നികുതി ഇളവ്? VM സുധീരന്റെ വാക്കിനപ്പോ വിലയില്ലേ? തങ്ങളുടെ വാക്കിന് വിലയില്ലേ? ഞാൻ പറയട്ടെ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലേഖനം താങ്കളും വായിച്ചു കാണും. UDF ഇന്നേ വരെ ഒരു മദ്യനയം രൂപീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം താങ്കൾക്ക് മനസ്സിലായി കാണും. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് കേരളത്തിൽ മദ്യവ്യാപനം തടയണമെന്നും മദ്യനിരോധനത്തിന് അനുകൂലമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും ഈ കേരളത്തിലെ ക്രൈസ്തവ സഭകളും ഒക്കെ. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ സതീശന്റെ നിലപാടിനൊപ്പമാണ് എന്നാണ് പറഞ്ഞത്. VM സുധീരന്റെ നിലപാടിനൊപ്പം എന്നല്ല പറഞ്ഞത്. മദ്യത്തിനെതിരായിരുന്നുവെങ്കിൽ നിൽക്കേണ്ടത് VM സുധീരനൊപ്പമായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ധനബില്ലിൽ ഉൾപ്പെടുത്താൻ പാടില്ല നികുതി ഇളവ്. ഒരു നേതാക്കളും കേരളത്തിലെ ഇതുപോലെ മദ്യം ഒഴുക്കണമെന്ന് ഒരു കാലത്തും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, അത് ആര് ഭരിക്കുന്ന കാലമായിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ നയം എന്ന് പറയുന്നത് മദ്യനിരോധനമാണ്. എന്നാൽ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. മദ്യം സുലഭമായി കിട്ടുന്നത് അതിന്റെ ലഭ്യത കുറയ്ക്കേണ്ടതുണ്ട്. കിട്ടുന്ന കാശിന് അധ്വാനിക്കുന്ന സാധാരണക്കാരായ ആളുകൾ മുഴുവനും ബാറിൽ കൊണ്ടുപോയി അവരെ കുടുംബം വിറ്റ് തൊലയുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ആ ഒരു സാമൂഹിക ഘടനയ്ക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മദ്യ ആസക്തിയുള്ള വലിയൊരു സമൂഹം കേരളത്തിലുണ്ട്. അവരെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കർമാരെങ്കിലും മാറ്റി അപ്പോൾ അവരെ, അതായത് ഭയങ്കര വീര്യം കൂടിയ മദ്യം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ആകർഷിക്കുവാനുള്ള തിരിച്ച് ശരിയാണ്, അങ്ങനെ ഒരു റിവേഴ്സ് പ്രക്രിയ സംഭവിച്ചേക്കാം. ഞാൻ അടക്കമുള്ള ആളുകൾ, നമ്മൾ വ്യക്തിപരമായി ഈ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തുന്നതിനൊന്നും ആരും തന്നെ എതിർക്കുന്നില്ല. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ നയം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയം, ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയം, ഒരു കാപട്യം കാണിക്കുന്നു. അത് തുറന്നു കാട്ടണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തിന് വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതെന്താ ക്ലിയർ ആയി എന്നാ പറയാത്തത്? എന്താ നേതാക്കന്മാർ UDFന്റെ മദ്യനയം വരാത്തിടത്തോളം കാലം ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. മദ്യനയം വരുന്നതിന് മുന്നേ പിന്നെ എന്തിനാ നികുതി ഇളവ്? എന്തിനാണ് നികുതി ഇളവ്? വളരെ വേഗത്തിൽ ബെക്കാടി കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫയൽ നീക്കത്തിൽ, ഉസൈൻ ബോൾട്ടിന്റെ വേഗത്തിൽ ആ ഫയൽ നീങ്ങി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യത്തിലും തീരുമാനമെടുത്തില്ല. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ നികുതി ഇളവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? അല്ല, ശിവാശ്രീകലിന് വേണ്ടിയിട്ടും ഇവിടെ പാലക്കാടുള്ള ബ്രൂവറിക്ക് വേണ്ടിയിട്ടും ഉസൈൻ ബോൾട്ട് അല്ല, അതിന്റെ അപ്പൂപ്പന്മാരുടെ വേഗതയിൽ തീരുമാനമെടുത്ത ആളുകൾ ഇവിടെ കേരളത്തിലുണ്ടല്ലോ. ശിവാശ്രീകളുടെ കാര്യത്തിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന്റെ നികുതിയിലെ കുറവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിൽ
അതിന് വേഗതയുള്ള ആ ഒരു വേഗതയുള്ള തീരുമാനം എടുക്കുമ്പോൾ അതിനെ പിന്തുണച്ച ആളുകളാണ് ഇപ്പോൾ ഇവിടെ അവരുടെ മദ്യനയം അനുസരിച്ചല്ലേ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ശ്രീ പ്രശാന്ത്, ഇത് ഇടതുപക്ഷ നയത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ 10 വർഷം മുമ്പ്, അതൊരു നയത്തിന്റെ ഭാഗമായിരുന്നില്ല. LDF-ന്റെ ക്യാമ്പയിൻ ആയിരുന്നല്ലോ അതൊരു നയത്തിന്റെ ഭാഗമായിരുന്നല്ലേ. എന്നിട്ട് കേരളത്തിലെ മുക്കുമൂലയിൽ മുഴുവൻ ബാറുകളായല്ലോ. കേരളത്തിന്റെ യുവസമൂഹം മൊത്തം ലഹരിക്ക് അടിമപ്പെട്ടല്ലോ. ഒരു തലമുറ മൊത്തം ലഹരിയിലേക്ക് അടുത്തല്ലോ. ഇതൊന്നും ഒരു നയത്തിന്റെ ഭാഗമായിരുന്നില്ലേ? ഇത് മാത്രമാണ് നയത്തിന്റെ ഭാഗം. പറയട്ടെ. UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തൂഫാനെയൊന്നും ആരും തള്ളിപ്പറയുന്നില്ല. ഗംഭീരമായ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഈ നയത്തിൽ എന്താണ് നിലപാട് എന്ന് പറയുന്നതിൽ ഒരു ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഇടതുപക്ഷത്തിന്റെ പല നയങ്ങളുടെയും ഒരു കണ്ടിന്യൂറ്റി, പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ ഒരു തുടർച്ച പലപ്പോഴും നയങ്ങളിൽ നോക്കുമ്പോൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നു. അത് PM ശ്രീയുടെ കാര്യത്തിൽ ശരിയാണ്, നിങ്ങൾ മരവിപ്പിക്കാൻ കത്തയച്ചു എന്ന് പറയാനും മന്ത്രിസഭ ചർച്ച ചെയ്യാതെ പോയി ഒപ്പിട്ട കാര്യമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളാണ് വിപണി അനുവദിച്ചത്, ഇവരിതാ ഇവിടെ സാധ്യമാക്കുകയാണ്. അതിന്റെ വിപണനം സാധ്യമാക്കുന്ന രീതിയിൽ നികുതി ഇളവ് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഏത് നിമിഷവും ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ വിപണി അനുവദിക്കുന്നതിലേക്ക്, വിപണിയിലേക്ക് വീര്യം കുറഞ്ഞ മദ്യം എത്തുന്നതിലേക്ക് വളരെ വേഗം എത്തും. ഒരു സംശയവും വേണ്ട. ലീഗ് അടക്കം ഇതിനകത്ത് ഇപ്പോൾ കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എതിർക്കാൻ പറ്റുന്നത് പ്രതിപക്ഷത്തിരുന്ന്? ഇടതുപക്ഷം വീര്യം കുറഞ്ഞ മദ്യത്തെ അനുവദിച്ചിരുന്നു. അത് ഹോട്ടി വൈൻ മാത്രമല്ലേ അനുവദിച്ചിരുന്നുള്ളൂ. അല്ലാതെ ബക്കാടി, ബ്രീസർ പോലെയുള്ള സ്പിരിറ്റിലും ഫ്ലേവർ ചേർത്ത മദ്യം അനുവദിച്ചായിരിക്കും. ലിക്കർ, വീര്യം കുറഞ്ഞ മദ്യം, ഇങ്ങനെ 3 കാറ്റഗറിയിൽ പെടുത്തി. ഹോട്ടി വൈൻ, ഹോട്ടി ലിക്കർ, വീര്യം കുറഞ്ഞ മദ്യം, അങ്ങനെ 3 കാറ്റഗറിയിൽ പെടുത്തി വിൽപ്പനയ്ക്ക് അനുമതി നൽകിയിരുന്നു. പക്ഷേ ശരിയാണ്, നികുതി ഇളവ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് അതെത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ നയത്തിലുണ്ടായിരുന്നു വീര്യം കുറഞ്ഞ മദ്യം. എന്തിലാണ് നികുതി? അല്ല, ഇടതുപക്ഷത്തിന് നയമുണ്ടല്ലോ, ഓപ്പൺ ആയിട്ടൊരു നയമുണ്ട്. ആ നയത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ നികുതി ഇളവ് കൊടുക്കും. എവിടെയാണ് അഴിമതി ഉണ്ടാകുന്നത്? നികുതി ഇളവ് ആവശ്യപ്പെടുകയും നികുതി ഇളവ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അഴിമതി ഉണ്ടാകുന്നത്. ഇവിടെ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് അല്ല മദ്യത്തിന്റെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മദ്യ നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ കാതൽ. പിന്നെ ഈ 28 ബാറിന്റെ കഥയൊക്കെ ഇപ്പോഴും പറയാൻ മനുഷ്യർക്ക് ഈ ഷോർട്ട് മെമ്മറി ആണ് എന്ന് കരുതിക്കൊണ്ടാണോ ആളുകൾ ഈ ഉളുപ്പില്ലാതെ ഇത് പറയുന്നത് എനിക്ക് അറിയില്ല. ഇപ്പോഴും ഇത് എങ്ങനെയാണ് പോയതെന്ന്, എന്താണ് സുധീരനും KPCC പ്രസിഡന്റ് ആയിരുന്ന സുധീരനും ഉമ്മൻചാണ്ടി നമുക്കും തിരിച്ചു പോണ്ട പ്രശാന്ത്, അതിലേക്ക് തിരിച്ചു പോണ്ട. അതിൽ പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനുണ്ട്. വേണ്ട, ആ 28 ബാർ ഞാൻ അദ്ദേഹത്തെ കൊണ്ടും പറഞ്ഞത് നിർത്തിപ്പിച്ചതാണ്. അത്രയും പാസ്റ്റിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല ഇനി. കാരണം ഇവിടെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഒരുപാട് യൂടേണുകൾ ഉണ്ട്. ഓക്കെ, അതിലോട്ട് പോകുന്നില്ല തന്നെ വെക്കാം. പിന്നെ അല്ല, സ്വാഭാവികമായിട്ടും ഒരു മദ്യ നയത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം ചെയ്തു. അതിനനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഫൈനാൻസിൽ ഇപ്പൊ ഇവിടെ എന്താണ്, വണ്ടിക്ക് സാധാരണ കാളയ്ക്ക് മുൻപിലാണോ വണ്ടി കെട്ടുന്നത്? കാളയ്ക്ക് മുമ്പിൽ വണ്ടി കെട്ടുന്നത് പോലെ മദ്യനയം എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. ഈ സുധീരന് സതീശന് വേണ്ടി ഘോരഘോരം വാദിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയതിന് നിർണായക പങ്ക് വഹിച്ചു എന്ന് പറയപ്പെടുന്ന VM സുധീരനെ പോലെ KPCC AICC മെമ്പർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ആരെയാണ് അപ്പൊ അവരൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇതിനകത്തൊക്കെ ഒരുപാട് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള മദ്യ ലോബിയുമായി കോൺഗ്രസിനുള്ള നിതാന്ത ബന്ധത്തെ കുറിച്ച് ഇവർ എത്ര ഖദറിട്ട് തേച്ചാലും ഈ T. ജോൺ എന്ന് പറയുന്ന ആള് ആരായിരുന്നുവെന്ന്, കർണാടകത്തിലെ മദ്യമാഫിയയിൽ അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നുവെന്നും, അദ്ദേഹത്തിന്റെ റൂട്ടിൽ നിന്ന് മദ്യം എന്തും വേണ്ടി കേരളത്തിലോട്ട് വന്നുകൊണ്ടിരുന്നതൊക്കെ ഈ മദ്യമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പത്രപ്രവർത്തകരായ നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും T. ജോൺ ആരാണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അത്തരത്തിൽ മദ്യവുമായി നിതാന്ത ബന്ധമുള്ള ബെക്കാഡി കമ്പനിയുടെ അപേക്ഷ ആദ്യം എത്തുന്നത് ഇടത് സർക്കാരിന്റെ മുന്നിലാണ്. MV ഗോവിന്ദന്റെ മുന്നിലേക്കാണ് ആദ്യം എത്തുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ബെക്കാഡിക്ക് വേണ്ടി ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം, പിന്നെ 0.5 to 10% ഇത് മാത്രമായിരുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാറ്റഗറിയിൽ വന്നിരുന്നത്. LDF സർക്കാർ എന്താ ചെയ്തത്? 0.5 to 10 ഒരു കാറ്റഗറി,
10 to 20 വേറൊരു കാറ്റഗറി കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിനായി. അപ്പോ മദ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല ഇടതുപക്ഷത്തിന്. പ്രശാന്ത്, മദ്യ നിരോധനം എന്നുള്ളത് അപ്രായോഗികമായ ഒരു സംഗതിയാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും മദ്യം എന്ന് പറയുന്നത്, പക്ഷേ നമ്മൾ ഈ കമ്പനികൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാറ്റഗറി കൊണ്ടുവരുമ്പോ ഇല്ലേ ഈ ആരോപണം നിങ്ങൾക്ക് തിരിച്ചുന്നയിക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ ചെയ്തു വെച്ച നയത്തിന്റെ നയം ഇടതുപക്ഷ നയത്തിന് അനുസരിച്ചാണ് അവർ നികുതി ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത്. 0.5 to 10 ഒരു നികുതി ഫിക്സ് ചെയ്തിരിക്കുന്നു, 10 to 20 വേറെ നികുതി ഫിക്സ് ചെയ്തിരിക്കുന്നു. അല്ല, അത് അപ്പൊ അവര് പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടി വരും. 120%, 175%. നേരത്തെ ബ്രൂവിങ് നമ്മള് പിന്നെ ഈ പിക്ചർ സ്വാഭാവികമായും ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിനെ, പ്രശാന്തേ, ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിന് നികുതിയും കുറവായിരിക്കുമല്ലോ. അതങ്ങനെ വരാത്തത് കൊണ്ട് 251% ആയതുകൊണ്ടാണല്ലോ ആ വിപണി ഇവിടെ സാധ്യമാകാതെ പോയത്. അപ്പോൾ നികുതി ഇളവ് സംബന്ധിച്ച നിർദ്ദേശമൊക്കെ ടാക്സ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നു. പക്ഷേ വിപണി വേണ്ട എന്ന് വെക്കുകയായിരുന്നല്ലോ, എതിർപ്പുകളെ തുടർന്നുകൂടി. ചെയ്തില്ല. സ്വാഭാവികമായിട്ടും ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മുടെ നാട്ടില് മദ്യ നിരോധനമായാലും ശരി, പുകവലി നിരോധനമായാലും, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നയത്തുടർച്ച നികുതി ഇളവിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും പ്രതിപക്ഷത്തിന്? നിങ്ങളും എടുത്തിരിക്കുന്നു ഒരു യൂ ടേൺ. ഒന്നല്ല, ഒരുപാട് എടുത്തിട്ടുണ്ട്. PM ശ്രീലുണ്ട്. അപ്പൊ ഇടതുപക്ഷ മദ്യ നിരോധനമല്ല ഞങ്ങളുടെ നയം എന്നൊക്കെ പറഞ്ഞാൽ മതി. വളരെ എളുപ്പമാണ്. മദ്യ നിരോധനമല്ല, മദ്യം ഞങ്ങൾ കുറച്ച് കൊണ്ടുവരും, ഇടതുപക്ഷത്തിന്റെ നയം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ മതി. അറ്റ്ലീസ്റ്റ് നിങ്ങളത് മുന്നണിയിലും പാർട്ടിയിലും ഒക്കെ ചർച്ച ചെയ്ത് വളരെ സുതാര്യമായി കൊണ്ടുവന്നു. മറ്റേത് VD സതീശൻ എടുത്തുപിടിച്ച് ബജറ്റിൽ ചെയ്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് പക്ഷേ വലിയ വ്യത്യാസവുമാണ്. അത് ചെറുതായി കാണുന്നില്ല. ശ്രീ പ്രശാന്ത്, ഞാൻ തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് തുടരുന്നു. ശ്രീ ബിനോയ് രാജൻ, ഇവിടെ ലൈഫ് മിഷനിലൂടെ ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ. പക്ഷേ ആ വീടിന്റെ മുന്നിലൊന്നും ഒരു എംബ്ലം വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അത് മനുഷ്യരെ ചാപ്പ കുത്തുന്നതിന് തുല്യമല്ലേ? അത് മനുഷ്യര് ഞാൻ ഇങ്ങനെ സൗജന്യം പറ്റുന്നു എന്ന് പറയുന്ന ആ ഒരു എംബ്ലം പതിപ്പിക്കുന്നത് അതെന്തിനാണ്? അതുകൊണ്ട് എന്ത് നേടാനാണ് ഒരു ഭരണാധികാരി? അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമായിരുന്നു ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടത്. പക്ഷേ KM ഷാജിക്ക് ആ എംബ്ലം ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെ എംബ്ലം വയ്ക്കുന്നത് ശരിയാണോ? മാഡം, നമ്മൾ ഈ ചർച്ചയിലുടനീളം U-ടേൺ എന്ന പദപ്രയോഗമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ശരിക്കും നോക്കൂ, ഇത് U-ടേൺ അല്ല. ഒന്ന് U-ടേൺ അടിച്ച് നിൽക്കുമ്പോൾ കിഫ്ബിയിലോട്ട് വന്ന് നിൽക്കുമ്പോഴാണ് അടുത്ത U-ടേൺ വരുന്നത്. PM ശ്രീന്ന് U-ടേൺ അടിച്ച് നിൽക്കുമ്പോഴാണ് മദ്യനയം വരുന്നത്. മദ്യനയത്തിൽ നിന്ന് U-ടേൺ അടിക്കുമ്പോഴത്തേന് PMAY വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ മുന്നണി പമ്പരം കറങ്ങുകയാണ് കടന്നിട്ട്. അപ്പം U-ടേൺ എന്നുള്ള പദപ്രയോഗം മാറ്റിയിട്ട് നമ്മൾ പമ്പരം കറങ്ങുക എന്നുള്ള പദപ്രയോഗമാണ് വേണ്ടത്. ഇവിടെ 3 പേരുടെയും കാര്യത്തിൽ എനിക്ക് ഓരോരോ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. നോക്കൂ, ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങളുടെ നയം ഇതാണ്, പക്ഷെ യാഥാർത്ഥ്യം റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണെന്നാണ്. നോക്ക്, നമ്മുടെ ഗതികേട് ഇതാണ്. ഇവരുടെ മനോഭാവത്തിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് നയം രൂപീകരിക്കുകയും പിന്നീട് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് വരികയാണ്. ഇനി വരും ദിവസങ്ങളിൽ അത്തരം നരേറ്റീവുകൾ, ബിനോയ്, അത്തരം നരേറ്റീവുകൾ നമ്മൾ ഒരുപാട് കേൾക്കേണ്ടി വരും. കാരണം ധനബില്ലിൽ നികുതി ഇളവുണ്ട്. ഇനി അത് അവർക്ക് വിപണി അനുവദിക്കണം. അതിലേക്കായി അവർ പറയാൻ പോകുന്ന വാദമാണ് ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. അതിനുവേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിനെ ഇനി അനുകൂലിക്കും. എനിക്കറിയേണ്ടത് PMAYയിൽ എംബ്ലം. ബിനോയ്, നമ്മളെല്ലാവരും പരിഷ്കൃതരായ മനുഷ്യരാണല്ലോ. അല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്, നേരിട്ട് അതിലേക്ക് പോകേണ്ടതുണ്ട്. അല്ല, നോക്കൂ, ഇവിടെ LDFന്റെ വ്യക്തി പറഞ്ഞത് അബ്കാരി നയം, അവിടെ ജോൺ എന്ന് പറയുന്ന മന്ത്രി, ഇടനാഴി, ഇതൊക്കെ പറയുന്നു. പക്ഷേ ഈ LDFന്റെ പ്രതിനിധിയോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുകയാണ്, ഇവിടെ അബ്കാരിയുടെ പറ്റുപടിയിൽ ഒരു പേരുണ്ടെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രന്റെ ആയിരുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളെ മറച്ചു വെച്ചിട്ടാണ് താങ്കൾ ഇവിടെ ഈ കാര്യം പറയുന്നത്. പിന്നെ ഇവിടെ പത്രപ്രവർത്തകൻ ശ്രീ KM അബ്ബാസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് നമ്മുടെ 51 വർഷത്തെ നമ്മുടെ അടിയന്തരാവസ്ഥയുടെ
ഓർമ്മ പുതുക്കിയത്. നോക്കൂ, ഞാൻ ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അജണ്ടക്കനുസരിച്ച് തുള്ളുന്ന ഒരു മാധ്യമ ശൃംഖലയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ അഡ്രസ് ചെയ്യാതെ പകരം നേരെ മോദി വിരുദ്ധതയിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കൂ, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 77-ൽ അദ്വാനി വരുമ്പോൾ അദ്വാനി ഇവിടുത്തെ മാധ്യമ ലോകത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലെഴിഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ മുട്ടിലെഴിയുന്നതിന്റെ ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നമ്മൾ ബിനോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബിനോയെ പോലെയുള്ള ഒരു പരിഷ്കൃതനായ മനുഷ്യൻ, ബിനോയെ പോലുള്ള ഞാൻ വ്യക്തിപരമായി തന്നെ ചോദിക്കുകയാണ്. ഞാൻ BJP പ്രതിനിധി എന്നുള്ള നിലയ്ക്കല്ല ചോദിക്കുന്നത്. ഈ ഒരു വീട് വച്ചു കൊടുത്താൽ, നമ്മൾ ഒരാൾക്കൊരു സൗജന്യം കൊടുത്താൽ, അത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി? അതല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? ഒരു സുരക്ഷിതത്വ ബോധം സാധാരണ പാവപ്പെട്ട മനുഷ്യരിൽ ഉണ്ടാക്കുകയാണ്. ഇതൊന്നും വെറുതെ കൊടുക്കുകയല്ല, ഇതൊന്നും ഭിക്ഷ കൊടുക്കുകയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാണ് ഈ എംബ്ലം? എന്തിനാണ് ഈ എംബ്ലം ഒരു വീട്ടിൽ? അത് ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ എത്രയോ പദ്ധതികൾക്ക് ലോകമുണ്ട്. ലോഗോ ഇല്ലാത്ത ഓഡിറ്റിങ്ങിന് ഒരു രേഖ പോരെ? ഒരു രേഖ പോരെ? നോക്കൂ, ഇവിടെ ഡിവൈഎഫ്ഐ വീടിന്റെ മുന്നിൽ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ വീടിന്റെ പിന്നിലെവിടെയെങ്കിലും മനുഷ്യരുടെ ശ്രദ്ധ ചെല്ലാത്ത ഒരിടത്തല്ലേ വേണ്ടത്? അത് ശരിയല്ല. അതൊരു സംസ്കൃത പദ്ധതികൾ നടക്കുമ്പോൾ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, അത്രേ ഉള്ളൂ. ഇത് ആർക്കും ദാനം കൊടുക്കുന്നതല്ല. ഇതാർക്കും ദാനം കൊടുക്കുന്നതല്ല, അർഹതപ്പെട്ട കാര്യം കൊടുക്കുന്നതാണ്. മനുഷ്യർക്ക് കിടപ്പാടം എന്ന് പറയുന്നത് അവരുടെ അർഹതയാണ്, അർഹതപ്പെട്ട കാര്യമാണ്, അവരുടെ അവകാശമാണത്. അത് കൊടുത്തിട്ട് ഞങ്ങൾ കൊടുത്തു എന്ന് വിളിച്ചു പറയുകയല്ല വേണ്ടത്, ഒരു എംബ്ലവും പതിക്കുകയല്ല വേണ്ടത്. പറ്റുന്ന കാര്യം അല്ല. നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എന്നെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് കേൾക്കണ്ടെങ്കിൽ പിന്നെ ഞാൻ മിണ്ടായിരിക്കാം. അങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. LDFന്റെ പ്രതിനിധി 5 മിനിറ്റും പറയുമ്പോൾ ഞാൻ തുടക്കം മുതലേ എന്നെ തടസ്സപ്പെടുത്തുകയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ അത് ക്ഷേമ പദ്ധതി ആണെങ്കിലും ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഇൻഫ്രയിലാണെങ്കിലും ബാക്കിയുള്ള ഏത് പ്രോജക്റ്റിലാണെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു എംപ്ലോം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ സാക്ഷര കേരളത്തിന് എംപ്ലോം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേമ പദ്ധതിയൊക്കെ എംപ്ലോം ഉണ്ടാവുന്നിടത്താണ് ഞാൻ പറയുന്നത്. മോദി കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എംപ്ലോം ഉണ്ടായിരുന്നില്ല ബിനോയ്. കാരണം നിങ്ങൾ മാധ്യമ പ്രവർത്തകത്തിന്റെ അവതാരികയും അതിലൊരു ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകനും കൂടെ ചേർന്നിട്ട് നിങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് എന്നെ പറയാൻ അനുവദിക്കാതെയും ഞാൻ പറയുന്നതിന് നിങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അജണ്ട ഞാൻ തുടങ്ങി വെച്ചെടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. നോക്കൂ, ഈ കേരളത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടും കോൺഗ്രസ് ജയിച്ചത് ഈ CPMന്റെ നിഷ്ക്രിയത്വവും ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ മുട്ടിലെഴിഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇന്ത്യയിലെ ആകെ മൊത്തം എല്ലായിടത്തും കോൺഗ്രസ് തോറ്റമ്പിയപ്പോഴും ഇങ്ങനെയുള്ള ഒരു മാധ്യമ ശൃംഖലയുടെ സപ്പോർട്ടും സഹായവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ കോൺഗ്രസ് പച്ചപിടിച്ചത്. ഇവിടെ ഈ പദ്ധതികളെ എല്ലാം ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരനും എതിർക്കുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് ഇവിടുത്തെ മാധ്യമ ലോകവും 2014 മുതൽ PMY പദ്ധതി ഉണ്ട് ഇവിടെ. പക്ഷേ അന്നൊന്നും ഈ ലോഗോ വയ്പ് ഉണ്ടായിരുന്നില്ല, ഈ എംബ്ലം വയ്പ് ഉണ്ടായിരുന്നില്ല. അത് മാത്രമേ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യമല്ല. ഒരു സൗജന്യ പദ്ധതിയിൽ വീട് കൊടുത്തിട്ട് അവിടെ എഴുതി വെക്കുന്നത്. നിശ്ചയിക്കാനോ വിധിക്കാനോ പറ്റത്തില്ല. കാരണം സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പത്രവാർത്തകളും റെക്കോർഡുകളും നമ്മുടെ മുന്നിലുണ്ട്. എത്ര പദ്ധതികൾക്ക് ഇവിടെ ലോകമുണ്ട്? അത് പാടില്ല. അത് ആര് ചെയ്താലും, അത് ഇടത് ചെയ്താലും വലത് ചെയ്താലും BJP ചെയ്താലും അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് ആര് ചെയ്താലും പാടില്ല. അത് മോദി ചെയ്തത് കൊണ്ട് മാത്രമല്ല അത് പാടില്ല എന്ന് പറയുന്നത്. ഈ BJP വിജയത്തിൽ വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് നിബന്ധനകളും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്ക് ജനങ്ങളുടെ അഭിമാനങ്ങളും മാനാഭിമാനങ്ങളെ കുറിച്ച് ചിന്തയുള്ളൂ. ഒരിക്കലുമില്ല. അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെടില്ലല്ലോ. ഇങ്ങനെ ഒരു ചർച്ച പോലും ഇവിടെ സംഘടിപ്പിക്കപ്പെടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ BJP എതിർക്കാനല്ലല്ലോ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇല്ല. അത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ശ്രീ അബ്ബാസ്, താങ്കൾ ആ ലോഗോയെ കുറിച്ച് അങ്ങനെയല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും നടത്തുന്ന ഈ ആഭാസ സമരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വലതുപക്ഷവും ഇവിടുത്തെ മീഡിയയും എങ്ങനെയാണ് ഈ കേരളത്തെ നാശത്തിലേക്ക് നയിക്കുന്നതിനുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ കുറെ സമരങ്ങളുടെ എണ്ണം ഞാൻ ഇവിടെ പറഞ്ഞത്.
നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് യൂട്ടേണുകളെ കുറിച്ചല്ലേ ബിനോയ്? പിന്നെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതിലെങ്ങനെ പ്രകോപിതനാകേണ്ട കാര്യമൊന്നുമില്ല. ശ്രീ കെ എം അബ്ബാസ്, താങ്കൾ ആ എംബ്ലത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, അപ്പോഴാണ് ഇടവേളയിലേക്ക് പോയത്. വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബിനോയ്, താങ്കളൊന്ന് ശാന്തനാകൂ. ഇതിനെയൊന്നും അങ്ങനെ വ്യക്തിപരമായി എടുക്കാതിരിക്കൂ. അദ്ദേഹം സംഘടിതമായി നമ്മളെല്ലാം അദ്ദേഹത്തെ ആക്രമിക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഈ PMAY എന്ന പദ്ധതിയിൽ കേരളത്തിന്റെ വിഹിതം 4 ലക്ഷമാണ് ചെലവഴിക്കുന്നത്. ഈ 4 ലക്ഷം ചെലവഴിക്കുമ്പോൾ 72,000 മറ്റോ ആണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സാധാരണ ഈ ലൈഫ് മിഷന്റെ പദ്ധതികളിലൊക്കെ അങ്ങനെ ആയിരുന്നു. അവിടെ ഇടതു മുന്നണി ഭരിക്കുമ്പോൾ കഴിഞ്ഞ ഭരണകാലത്ത് കേന്ദ്രത്തിൽ നിന്ന് ഒരു നിർദ്ദേശമുണ്ടായി. ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന, അതായത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ, അത് 72,000 മറ്റോ, ഈ 72,000 രൂപക്ക് ബദലായി ഞങ്ങളുടെ PMAY-യുടെ എംബ്ലം അവിടെ പതിപ്പിക്കണം, ഈ വീടുകളിൽ പതിപ്പിക്കണമെന്നായിരുന്നു. അതേസമയം ഏതാണ്ട് 3.5 ലക്ഷം നൽകുന്ന കേരള ഗവൺമെന്റ്, അങ്ങനെ ഇടത് ഗവൺമെന്റ് യാതൊരു നിബന്ധനയും വെച്ചില്ലല്ലോ. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതൊരു മനുഷ്യാന്തസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ അവിടെ ആ വീട് ലഭിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഔദാര്യത്തിന്റെ പുറത്താണ് എന്ന് അതിഥികളോ മറ്റോ ആ വീട്ടിൽ കയറുമ്പോൾ തോന്നിക്കഴിഞ്ഞാലുള്ള ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു അന്തസ്സിന്റെ പ്രശ്നമാണ്. മറ്റൊന്ന്, അത് പക്ഷെ ഇത്തരം ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. ഇത്തരം മാനുഷികമായ കാര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മളൊക്കെ ഈ ഇടതുപക്ഷ ചേരിയിലേക്ക് നമ്മൾ ആട്ടിപ്പായിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് കെ എം ഷാജിക്കും അത് മനസ്സിലാകുന്നില്ല എന്നിടത്താണ് ഈ വിഷയം നമ്മുടെ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും വളരെയധികം അതെ തോന്നിയത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ശ്രീ കെ എം അബ്ബാസ്, വളരെയധികം നന്ദി. ശ്രീ കെ എം അബ്ബാസ്, ബിനോയ് ടി രാജൻ, പ്രശാന്ത് ആലപ്പുഴ, ഹൈദർ ബിൻ മൊയ്തു നെല്ലിശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്. You are watching Big TV without fear or favor.